ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് ഉണ്ടാക്കുന്നത് പൊട്ടിക്ക വെച്ചിട്ടുള്ള നല്ലൊരു ഓലനാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പൊട്ടിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊട്ടിക്ക എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അധികം മൂത്ത പൊട്ടിക്ക എടുക്കരുത്. അങ്ങനെ ഇതിൻ്റെ തൊലികളെല്ലാം നമ്മൾ കളഞ്ഞെടുക്കണം. ഈ പച്ച കാണുന്ന പോർഷൻ ഇല്ലേ, അതെല്ലാം പരമാവധി നമ്മൾ കളഞ്ഞെടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഈ പൊട്ടിക്ക ഓലന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ അങ്ങനെ എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പൊട്ടിക്ക ഓലന് നമ്മുടെ മീൻ മുളകിട്ടതിൻ്റെയൊക്കെ കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായാൽ ആ ലൈക്ക് ബട്ടണിൽ ഒരു ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ പൊട്ടിക്കയുടെ കഷ്ണങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് നമുക്ക് പാത്രത്തിലേക്ക് പൊട്ടിക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് 2 മീഡിയം സൈസിലുള്ള പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത് നമുക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാലും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലും എടുക്കുക. ഈ 2/2 പാലിൽ കിടന്നിട്ട് വേണം നമ്മുടെ പൊട്ടിക്ക വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ പൊട്ടിക്ക നമുക്ക് പെട്ടെന്ന് ഒരു 8 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പൊട്ടിക്ക വെന്ത് കിട്ടും. അപ്പോൾ ഇതിനി 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം, വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പൊട്ടിക്കയെല്ലാം പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനിയൊരു 5 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ വീണ്ടും ഇനി അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ പൊട്ടിക്കയെല്ലാം വെന്ത് വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ഒരു 3-4 മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായ പൊട്ടിക്ക ഓലൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. നമുക്കിത് താളിച്ചൊഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതിനകത്തേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് ഈ പൊട്ടിക്ക ഓലനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.